അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ദിക്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമലാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്. ഓർക്കുക, പരാമർശിക്കുക, സ്മരിക്കുക എന്നൊക്കെ പല അർത്ഥങ്ങളും ഈ ദിക്റിനുണ്ട്. ഒരു മനുഷ്യൻ്റെ അന്ത്യം നന്നായി എന്ന് നമ്മൾ പറയാറുള്ളത് അവന് ദിക്ർ ചൊല്ലി മരിച്ചു എന്നതുകൊണ്ടാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതൊക്കെ ദിക്റാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. വദക്കിർ, നിങ്ങൾ ദിക്ർ ചൊല്ലണം. ഫഇന്ന ദിക്റ, തീർച്ചയായും ദിക്ർ എന്ന് പറയുന്നത് അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. മുൻകാല ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ നബിമാരുടെ അപകടങ്ങളൊക്കെ ഒഴിവായതവർ ദിക്ർ ചൊല്ലിയത് കൊണ്ടാണ്. നമ്രൂദിൻ്റെ സൈന്യം ഒരുക്കിയ തീക്കുണ്ടാരത്തിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ എന്ന ദിക്ർ കൊണ്ടാണ്. ഇതേ ദിക്ർ കൊണ്ടാണ് ബദറിൽ 1000-ഓളം വരുന്ന ശത്രു സമൂഹത്തിൻ്റെ മുമ്പിൽ വെറും 313 സ്വഹാബിമാരെ കൊണ്ട് ജയിച്ചു കയറിയത് ഈ ദിക്ർ ചൊല്ലിയത് കൊണ്ടാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ മത്സ്യവയറ്റിൽ കടക്കുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം അങ്ങാനും തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മത്സ്യവയറ്റിൽ അവരെ കടത്തുമായിരുന്നു എന്ന് അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ. മഹാനായ ഔഫ് ഇബ്നു മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ബനി മാലിക്കൻ ദഹബ മഅക ഗാസിയൻ ഫീ സബീലില്ലാഹി വലം യഉദ്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ മകനായ മാലിക് എന്നവർ അങ്ങയോടുകൂടെ യുദ്ധത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. എന്താണ് അവനിക്ക് പറ്റിയത്? ലഖദ് ആദൽ ജയ്സ് വലം യഉദ് മാലിക്. സൈന്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ മാലിക് തിരിച്ചു വന്നിട്ടില്ല. എന്താണ് കാരണം? അവൻ വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഫമാദാസ്നൗ, ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ ഔഫ്, ഓ ഔഫേ, അക്സിർ അൻത വസൗജുക മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നീയും നിൻ്റെ ഭാര്യയും കൂടി അധികരിപ്പിക്കുക, എന്നാൽ അവൻ തിരിച്ചു വരുമെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അങ്ങനെ അവർ ആ ദിക്ർ ചൊല്ലുകയും അല്പകാലത്തിനകം തന്നെ തൻ്റെ മകൻ മാലിക് തിരിച്ചു വരികയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ദിക്റുകളുടെ കൂട്ടത്തിൽ മഹത്വമുള്ളൊരു ദിക്റാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ. പിശാചിന് ഏറ്റവും വെറുപ്പുള്ളതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിക്ർ കൂടിയാണ് ഈ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ. സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നതും ഈ ദിക്ർ ചൊല്ലിയവരാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അവ്വലു മൻ യുദആ ഇലൽ ജന്നത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവർ അൽ ഹമ്മാദൂൻ, അവർ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിച്ചവരാണ്. അല്ലദീന യഹ്മദൂന അല്ലാഹു തആല ഫിസ്സറായി വല്ലറ, അവരുടെ സന്തോഷഘട്ടത്തിലും അവരുടെ പ്രയാസഘട്ടത്തിലുമൊക്കെ അൽഹംദുലില്ലാഹ് ചൊല്ലിയവരാണ്. പ്രിയമുള്ളവരെ, നമുക്കേത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസങ്ങളിലുമൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്, ആരെങ്കിലും എന്തെങ്കിലും നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ.
നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആവസിയത്തോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.